നമ്മൾ പറയാൻ പോകുന്നത് റോൾ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ ബിസിനസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ആണ്. ഫസ്റ്റ് വരുന്നത് ഇൻവെൻറ്ററി മാനേജ്മെൻ്റ് ആണ്. കമ്പ്യൂട്ടേഴ്സ് ഹാവ് റിവല്യൂഷണറി ഇൻ ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് ആസ് ഓൾ ടൈപ്പ് ഓഫ് ബിസിനസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് വിത്ത് വേരിയസ് റോ മെറ്റീരിയൽസ് സപ്ലയേഴ്സ് മാനുഫാക്ചേഴ്സ് ഹോൾസെയിൽസ് റീറ്റെയിൽസ് ആൻഡ് B2B പ്രൊവൈഡേഴ്സ് ആർ ഡിപ്പെൻഡ് ഓൺ ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് പ്രോസസ്സ്. അപ്പോൾ നമ്മൾ ഓട്ടോമേറ്റഡ് സിസ്റ്റം ഇന്നത്തെ സിസ്റ്റം യൂസ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനീൻ്റെ പ്രൊഡക്റ്റ് എടുക്കാമെന്ന് വിചാരിക്കുക. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് അറിയണമെങ്കിൽ നമുക്കൊരു ജസ്റ്റ് ഒരു ബാർകോഡ് ഉണ്ടാവും. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ട്രേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഒരു കമ്പനി, ഒരു ഹിമാലയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനി നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. ആ കമ്പനിക്ക് ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട് അല്ലേ, ഒരുപാട് വെറൈറ്റീസ് ഓഫ് പ്രൊഡക്ട്സ് ഉണ്ട്. അല്ല നമ്മൾ ഏതെങ്കിലും ഒരു ക്രീമോ കാര്യങ്ങളോ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫേസ് വാഷ് ആയിക്കോട്ടെ, അപ്പോൾ ആ ഫേസ് വാഷ് പല തൂക്കത്തിലും പല ഫ്ലേവറിലും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ചെറിയൊരു കടകളിലാണ് ഈ ഒരു അതേ ഫേസ് വാഷും കാര്യങ്ങളും അതേ ക്രീമുകളും കാര്യങ്ങളും നമ്മൾ ചെറിയൊരു കടയിലാണ് ഉള്ളതെങ്കിൽ നമുക്ക് ഒരു 10,000 പ്രൊഡക്ട്സ് ടോട്ടൽ അവിടെ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് സ്റ്റോക്ക് മാനേജ് ചെയ്യാം. പക്ഷേ നമ്മൾ വലിയ മാളുകളൊക്കെ ആണെങ്കിൽ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ടാവും, ഒരുപാട് കമ്പനീൻ്റെ സെയിം ടൈപ്സ് ഓഫ് പ്രൊഡക്ട്സ് അവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് സ്റ്റോക്ക് മാനേജ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ഒരു ബാർകോഡ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് സ്കാൻ ചെയ്തിട്ട് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് എത്രയും ഈസി ആയിട്ട് കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് അത് ട്രേസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ ആ പ്രൊഡക്റ്റ് ഇപ്പോൾ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്, എവിടെ നിന്നാണ് അതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അതിൽ നിന്ന് കിട്ടും അല്ലേ. അപ്പോൾ അതാണ് കമ്പ്യൂട്ടറിൻ്റെ ഇൻവെൻറ്ററി മാനേജ്മെൻറ്റിലുള്ള റോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസിയർ ഫിനാൻഷ്യൽ റെക്കോർഡ് കീപ്പിംഗ്. അതായത് ഒരു ഓർഗനൈസേഷൻ ആവുമ്പോൾ ഒരുപാട് ഫിനാൻഷ്യൽ റെക്കോർഡ് ഒരുപാട് വലുപ്പമുണ്ടാവും അല്ലേ. അതായത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഫിനാൻഷ്യൽ റെക്കോർഡിലുണ്ടാവും. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി നമുക്കതെന്ത് ചെയ്യാം, ട്രഡീഷണൽ മെത്തേഡിനേക്കാളും കൺവീനിയൻ്റ് ആയിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു അഡ്വാൻസ്ഡ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് അതൊക്കെ പെട്ടെന്ന് തന്നെ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതുപോലെയുള്ളതാണ് ബഡ്ജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ബഡ്ജറ്റിംഗ് മീൻസ് നമുക്ക് കണക്കുകൂട്ടലും കാര്യങ്ങളൊക്കെ ഒരു സ്പ്രെഡ്ഷീറ്റോ കാര്യങ്ങളോ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ വെച്ച് യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കെന്താണ് എത്രയും ഈസി ആയിട്ട്, അതായത് വർക്ക് ലോഡ് കുറക്കുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ വർക്ക് ലോഡ് കുറക്കുക എന്നുള്ളതാണ് കമ്പ്യൂട്ടറിൻ്റെ ഒരു പ്രധാന എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുന്ന ജോലി കമ്പ്യൂട്ടർ എത്രയും പെട്ടെന്ന് കാൽക്കുലേഷൻ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ട് ആ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ സ്റ്റോറേജ്. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഫിനാൻഷ്യൽ ഡാറ്റ, ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ ഡാറ്റയും കാര്യങ്ങളൊക്കെ ഒരുപാട് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റാസ് നമുക്കുണ്ടാവും. അപ്പോൾ അത് നമുക്ക് കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് എത്ര ഡാറ്റ വേണമെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്യാനും സെക്യൂർഡായിട്ട് സ്റ്റോർ ചെയ്യാനും അത് നമുക്ക് ആവശ്യമുള്ളതൊക്കെ ആക്സസ് ചെയ്യാനും വേണ്ടി പറ്റും. ഓക്കെ, എഫിഷ്യൻസി ഓഫ് ഓപ്പറേഷൻ. നെക്സ്റ്റ് വരുന്നതാണ് കമ്പ്യൂട്ടർ ഫോർ സൊസൈറ്റി. നമുക്കറിയാം നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് മേഖലകളിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ കമ്പ്യൂട്ടറിൻ്റെ വരവോടുകൂടി നമ്മൾ വേരിയസ് സെക്ടേഴ്സിൽ, അതായത് എയർപോർട്ട്സ്, റെസ്റ്റോറൻറ്റ്സ്, റെയിൽവേ സ്റ്റേഷൻ, ബാങ്കുകൾ, മെഡിക്കൽ, പിന്നെ അഗ്രികൾച്ചർ, ബിൽ പേയ്മെൻറ്റ്സ്, ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൽ ചില ആപ്ലിക്കേഷൻസ് മാത്രം ഇവിടെ കുറച്ച് പറഞ്ഞിട്ടുണ്ട്, നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ അഗ്രികൾച്ചറിൽ എങ്ങനെയാണ് കമ്പ്യൂട്ടറായിട്ട് ബന്ധപ്പെട്ടത്. ഇപ്പോൾ നമ്മുടെ ചാറ്റ് GPT ഒക്കെ നോക്കാം. ചാറ്റ് GPTയിലൊക്കെ നമുക്ക് എന്തൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്താലും അത് അതിനെക്കുറിച്ചുള്ള എല്ലാ ഇൻഫോർമേഷനും നമുക്ക് കിട്ടും അല്ലേ. ഇപ്പോൾ നമ്മൾ അഗ്രികൾച്ചറിലോട്ട് ഇറങ്ങുകയാണെങ്കിൽ നമ്മളൊരു സോയിലിനെ കുറിച്ച് അറിയണമെങ്കിൽ ആ സോയിലിൻ്റെ ഫോട്ടോ എടുത്ത് ഒന്ന് അപ്ലോഡ് ചെയ്താൽ മതി. ആ സോയിലിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫോർമേഷൻസും നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും ഒരു നെല്ലിനെ കുറിച്ചോ എന്തെങ്കിലും ഒരു കൃഷി ആയിക്കോട്ടെ, ഒരു വാഴക്കുല, എന്തിനെ കുറിച്ച് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ നമ്മളൊരു കൃഷി ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക, ആ കൃഷി നമുക്ക് വിറ്റഴിച്ച് പോകണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു
ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ മതി. ജൈവ പച്ചക്കറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും വന്ന് വാങ്ങും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അഗ്രികൾച്ചറിൽ കമ്പ്യൂട്ടറിൻ്റെ റോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹെൽത്ത് സെക്ടറിൽ നമ്മളെങ്ങനെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുക? ഹെൽത്ത് സെക്ടറിൽ നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മളൊരു ഹോസ്പിറ്റലിൽ കയറി ചെല്ലുമ്പോൾ തന്നെ റിസപ്ഷനിൽ കമ്പ്യൂട്ടർ ഉണ്ടാവും. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക, ഒ പി ടിക്കറ്റ് അവിടെ നിന്ന് എടുക്കും. ഒ പി ടിക്കറ്റ് നമ്മൾ കമ്പ്യൂട്ടർ വഴിയാണ് നമ്മളെ പേരും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നമുക്കൊരു ടിക്കറ്റ് കിട്ടുന്നത് എവിടെ നിന്നാണ്? കമ്പ്യൂട്ടർ വഴിയാണ് നമുക്ക് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വലിയ ഹോസ്പിറ്റലുകളൊക്കെ ആണെങ്കിൽ നമ്മുടെ മെഡിക്കൽ റെക്കോർഡ്സൊക്കെ ഡോക്ടേഴ്സൊക്കെ സേവ് ചെയ്ത് വെക്കുന്നത് എവിടെയാണ്? കമ്പ്യൂട്ടറിലാണ്. നമ്മൾ വീണ്ടും എടുത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ ഒ പി ടിക്കറ്റ് നമ്മളെ ടിക്കറ്റ് നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് അതുവരെ കാണിച്ചിട്ടുള്ള എല്ലാ റെക്കോർഡ്സും നമുക്ക് അവിടെ നിന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ എല്ലായിടത്തും നമ്മൾ കമ്പ്യൂട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു സ്കാനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോകുകയെന്ന് വിചാരിക്കുക. അപ്പോൾ സ്കാനിങ് ചെയ്യുന്നതിനൊരു മെഷീനുണ്ട്. എന്നിരുന്നാലും അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടിയാണ് ആ മെഷീൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്ര ഫാസ്റ്ററായിട്ട് എഫിഷ്യൻ്റായിട്ട് എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് പോകണമെങ്കിൽ കമ്പ്യൂട്ടറാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹെൽത്ത് സെക്ടറിൽ കമ്പ്യൂട്ടറിൻ്റെ റോളെന്ന് പറയുന്നത് അതൊക്കെയാണ്. ദെൻ ഇപ്പോൾ വേറൊരു യൂസ് പറയുന്നുണ്ട്. കമ്പ്യൂട്ടർ ആർ ഓൾസോ യൂസ്ഫുൾ ടു ഒബ്സർവിങ് ആൻഡ് പ്രെഡിക്കേറ്റിംഗ് പാറ്റേൺസ് ഓഫ് ട്രാഫിക് വിച്ച് ഇസ് എ ഗ്രാൻഡ് ബെനിഫിറ്റ് ടു ഓൾ ഇൻ ഹെൽപ്പ് പീപ്പിൾ ഇൻ സേവിങ് ഹസിൽ ഓഫ് ഗെറ്റിംഗ് സ്റ്റക്ക് ഫോർ അവേഴ്സ് ഇൻ ദി റോഡ് ബ്ലോക്ക്സ് ആൻഡ് ട്രാഫിക്സ്. അത് വരുന്നത് ഇപ്പം നമ്മളൊരു യാത്ര പോകാമെന്ന് വിചാരിക്കുക. നമ്മൾ ദൂരയാത്ര ആണെങ്കിലും അടുത്തുള്ള യാത്രയാണെങ്കിലും നമ്മൾ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യും അല്ലേ. അപ്പോൾ മാപ്പിൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയതായിട്ട് ടെക്നിക്കുകൾ എന്താ വെച്ചാൽ നമ്മൾ പല വഴികളും ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു വഴി ചൂസ് ചെയ്തിട്ട് അതിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഇൻഫർമേഷൻ തരികയാണ്. ആ വഴി പോയിട്ടുണ്ടെങ്കിൽ അവിടെ ട്രാഫിക്കാണ്, എന്താ പറയുക, അവിടെ ബ്ലോക്ക് ഉണ്ട്, അപ്പോൾ നമുക്ക് ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇൻഫർമേഷൻ തരികയാണ്. അപ്പോൾ അതിൽ വരെ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എഫിഷ്യൻസി ഓഫ് ഓപ്പറേഷൻസിൽ വരുന്നത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആകുമ്പം അവിടെ ഒരുപാട് ഓപ്പറേഷൻസ് ഉണ്ടാവും അല്ലേ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ആ ഒരു ബിസിനസ് ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസിനെല്ലാം എല്ലാവർക്കും കൂടെ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളൊരു മീറ്റിംഗ് ഉണ്ടെന്ന് അറിയിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അവരെല്ലാവരും കൂടെ കൂടാൻ ഒരുപാട് ടൈം എടുക്കും അല്ലേ. അപ്പോൾ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കും നമ്മളെല്ലാവരും കൂടെ ഒത്തുകൂടി എടുക്കണമെങ്കിൽ. പക്ഷേ അത് നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ സൂമോ അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റോ ഒക്കെ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസിങ്ങൊക്കെ യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ടൈം നമുക്ക് കിട്ടും. എന്താണ്, എംപ്ലോയീസ് ഇപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് തന്നെ നമുക്ക് അവർക്ക് എന്ത് ചെയ്യാം, കമ്പ്യൂട്ടറോ ഫോണോ ഒക്കെ വെച്ചിട്ട് ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ അതുപോലെയുള്ള ഓപ്പറേഷൻസ്, പിന്നെ നമ്മൾ എന്തെങ്കിലും സോഫ്റ്റ്വെയറുകളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മളെ ഫോണിലൊക്കെ ഇപ്പോൾ സോഫ്റ്റ്വെയറുകൾ ഉണ്ടാവുമല്ലോ. അതായത് നമ്മൾ അധികം യൂസ് ചെയ്യാത്ത ആപ്പുകൾ നിങ്ങളെ ഫോണിലുണ്ട്. അതുപോലെ ജങ്ക് ഫയൽസ് ഒരുപാടുണ്ട്. അപ്പോൾ സ്റ്റോറേജിനെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ വരും നമ്മുടെ ഫോണിൽ. അതേപോലെ നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനിൽ ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ അവർക്കിങ്ങനെ കമ്പ്യൂട്ടർ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ കൊടുക്കും. എന്താണ്, നിങ്ങളെ പൈസ മണി ഫ്ലോ, അതായത് ആവശ്യമില്ലാതെ ഒരുപാട് പൈസകൾ ഇന്ന വഴിക്ക് പോയിട്ടുണ്ട്. അതായത് അവർക്കൊരു ഇത് കിട്ടും, ഒരു എന്താ പറയുക, ഒരു സ്ട്രക്ചർ കിട്ടും. എവിടെയാണ് നമ്മൾ യൂസ് ചെയ്തത്, എവിടെയാണ് ആവശ്യമില്ലാതെ പോയത്, കാര്യങ്ങളൊക്കെ ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ട് കിട്ടും. അതൊക്കെ നമ്മൾ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് മാത്രമേ ഇതൊക്കെ നമുക്ക് എഫക്റ്റീവ് ആക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതുപോലെ സ്ട്രീമിലിംഗ് ബിസിനസ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നത് ഇതൊരു മെയിൻ അഡ്വാൻറ്റേജ്. എന്താ, കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നതിന് മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസിനെ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും പാർട്ട്നേഴ്സായിട്ടോ കസ്റ്റമേഴ്സായിട്ടോ ഒക്കെ എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ സാധാ ഹാൻഡ് റൈറ്റ് ഇൻഫർമേഷന് പകരം അവർക്ക് ഇതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെയിലോ അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റോ സൂമോ അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്, എഫിഷ്യൻ്റായിട്ട് ചെയ്യാം. കമ്പ്യൂട്ടർ യൂസ് ചെയ്താൽ ഇതും ഒരു അഡ്വാൻറ്റേജ് ആണെന്ന് പറയാം. നെക്സ്റ്റ് വൺ, മാനേജിങ് കസ്റ്റമർ ആൻഡ് പാർട്ട്ണർ റിലേഷൻഷിപ്പ്. അതായത് ബിസിനസ് വർക്ക്
അതായത് എവിടെ നിന്നും ബിസിനസ് നമുക്ക് ഏതൊരു ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻസിൽ വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ബിസിനസ് നടത്താനും കമ്പ്യൂട്ടർ വെച്ചിട്ട് ബിസിനസ് നടത്താനും വർക്ക് ചെയ്യാനും എന്താണ് പോസിബിളാണ് അല്ലേ. അതായത് ബിസിനസ്സിന് എന്തുണ്ടാവും, പാർട്ട്നേഴ്സ് ഉണ്ടാവും, സപ്ലയേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും അവർക്ക് എന്തുണ്ടാവും, പാർട്ട്നേഴ്സോ സപ്ലയേഴ്സോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അവരായിട്ട് എന്ത് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് എന്ത് ചെയ്യണ്ട, അവരെവിടെയാണുള്ളത് അവിടെ പോയി ചെയ്യണ്ട. കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എപ്പോഴും അവരായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാം. ഓക്കെ. പിന്നെ വരുന്നത് നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് കമ്പ്യൂട്ടർ റോൾ ഇൻ എ ഓൺലൈൻ ബിസിനസ്. നമുക്കെല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓൺലൈൻ ബിസിനസ്സിൽ എങ്ങനെ കമ്പ്യൂട്ടർ ഇല്ലാതെ ഓൺലൈൻ ബിസിനസ് നടക്കില്ല അല്ലേ. എന്താ ചെയ്യുക, നമ്മളെങ്ങനെ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുക, എന്താണ്, നമുക്ക് ഒരുപാട് വെബ്സൈറ്റ്സ് അവൈലബിൾ ആണ്, ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലെയുള്ള. അപ്പോൾ നമ്മളതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ലിസ്റ്റൊക്കെ വരും അല്ലേ. ഫോട്ടോയും എല്ലാ കാര്യങ്ങളും അതിനെക്കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും വരും. അപ്പോൾ നമുക്കതിൽ നിന്ന് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓർഡർ കൊടുക്കുക അല്ലേ. എന്നിട്ട് നമ്മൾ എങ്ങനെയാണ് അതിന് പേയ്മെൻറ്റ് ചെയ്യാനും നമ്മൾ കമ്പ്യൂട്ടർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എന്താ ചെയ്യുക, നമ്മൾ ഗൂഗിൾ പേയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നെറ്റ്വർക്ക് ബാങ്കിങ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് ഇത് ആണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരുപാട് നമ്പർ ഓഫ് ബിസിനസ് ഒക്കെ എന്ത് ചെയ്യുന്നു, ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഈ ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു അഡ്വാൻറ്റേജൊക്കെ നമുക്ക് നടന്നു പോകുന്നത്. അതുപോലെ ഒരുപാട് എംപ്ലോയീസിന് എന്താണ്, വർക്ക് ഫ്രം ഹോം എന്നുള്ളൊരു മെത്തേഡ്, ആ ഒരു ടെക്നോളജീൻ്റെ വളർച്ച കൊണ്ടാണ് ആ ഒരു മെത്തേഡിലേക്ക് എത്താൻ കഴിഞ്ഞത്. നമ്മൾ ലോകത്തിൻ്റെ എവിടെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കഴിവ് നമ്മളെ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് കമ്പ്യൂട്ടർ റോൾ ഇൻ ഓൺലൈൻ ബാങ്കിങ് ആൻഡ് ഫിനാൻസ്. നമുക്കറിയാം നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൺലൈൻ ബാങ്കിങ് തന്നെയാണ് അല്ലേ. എന്താണ്, നമ്മൾ ബാങ്കിൽ നമുക്ക് ഏതൊരാവശ്യത്തിനും ബാങ്കിൽ പോകണ്ട, എല്ലാ കാര്യങ്ങളും നമ്മളെ ഫോണിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ തന്നെ അവൈലബിൾ ആണ്. നമ്മളെ ഏത് ബ്രാഞ്ചിൻ്റെ ബാങ്കാണോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഏത് ബാങ്കാണെങ്കിലും ആ എല്ലാ ബാങ്കിൻ്റെയും എന്താണ് നെറ്റ്വർക്ക് ബാങ്കിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെക്നോളജി നമുക്ക് അവൈലബിൾ ആണ് അല്ലേ. അപ്പോൾ ഓൺലൈൻ ബാങ്കിങ്ങിൽ ഫസ്റ്റ് വരുന്നത് പ്ലാസ്റ്റിക് മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ പേപ്പർ മണിയാണല്ലോ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്ലാസ്റ്റിക് മണി മീൻസ് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡിനൊക്കെയാണ് നമ്മൾ പ്ലാസ്റ്റിക് മണി എന്ന് പറയുന്നത്. നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു പെട്രോൾ പമ്പിൽ കയറിയെന്ന് വിചാരിക്കാം, നമ്മൾ പ്ലാസ്റ്റിക് മണിയല്ലേ കൂടുതലായിട്ട് യൂസ് ചെയ്യുക. എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ, ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് പിൻ കോഡ് പോലും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമുക്ക് കോഡുണ്ട്, QR കോഡ് വെച്ചിട്ട് നമുക്ക് പേയ്മെൻറ്റ് നടത്താം. അതുപോലെ ബാങ്കിൽ നമ്മൾ പോയി നമ്മളെ ടൈം ചിലവാക്കണ്ടെന്ന് അർത്ഥം. അപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് മണി യൂസ് ചെയ്തിട്ട് അതാണ് പ്ലാസ്റ്റിക് മണി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്ലാസ്റ്റിക് മണി യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ATM മെഷീൻസൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ കാർഡ് വഴി നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. പിന്നെ സെൽഫ് എൻക്വയറി ഫെസിലിറ്റി എന്ന് വെച്ചാൽ എന്താ, നമ്മളെ പാസ്ബുക്ക് കൊണ്ട് നമുക്ക് ബാങ്കിൽ കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല. നമുക്കെന്താണ്, നമ്മളെ ട്രാൻസാക്ഷൻസിൻ്റെ കാര്യങ്ങൾ, സ്റ്റേറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് മൊബൈൽ ആപ്പുകൾ വഴി, അതായത് നമ്മളെ മൊബൈൽ ആപ്പുകൾ വഴി എന്താണ് നമുക്ക് എന്ത് ചെയ്യാം, ട്രേസ് ചെയ്യാൻ വേണ്ടി പറ്റും. എല്ലാ റെക്കോർഡ്സും നമുക്ക് എന്തായാലും കാണാനും അതുപോലെ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും തീർത്ത് തരാനും പറ്റും അല്ലേ. അതുപോലെ റിമോട്ട് ബാങ്കിങ്. ഇനി നമ്മളിപ്പോൾ റിമോട്ട് ബാങ്കിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗൾഫിലും അതുപോലെ നമ്മളെ ബാങ്ക് കിടക്കുന്നത് ഇവിടെ കേരളത്തിലാണെന്ന് വിചാരിക്കുക. നമുക്ക് ആ ബാങ്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട, ബാങ്കിൻ്റെ എന്ത് ഇഷ്യൂര് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യേണ്ട, ആ ബാങ്കിലേക്ക് വരേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി, അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് നമ്മളെ ബാങ്കിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റും. അവരെന്താണ് ഒരുപാട് സർവീസസ് ഓൺലൈനായിട്ട് നമുക്ക് കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ബാങ്കിങ്, നേരത്തെ പറഞ്ഞ പോലെ വേരിയസ് ബാങ്കിങ് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അവരുടെ വെബ്സൈറ്റിൽ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും അവിടെ നിന്ന് തന്നെ റിമോട്ട് ഏരിയയിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്യാം. റിമോട്ട് മീൻസ് എന്താണ്,
മൊബൈൽ, അതായത് നമ്മളെ ബാഗ് കിടക്കുന്നത് ഒരു ഏരിയയിലും നമ്മൾ വേറെ ഒരു ഏരിയയിലാണെങ്കിൽ നമുക്ക് പിന്നെ എന്താണ് ഒരുപാട് ട്രാവൽ ചെയ്ത് വരണ്ടെന്നർത്ഥം. ഓക്കെ, അതൊക്കെ നമ്മളെ കമ്പ്യൂട്ടർ വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ പോസിബിൾ ആക്കുന്നത്. നെക്സ്റ്റ് വൺ, സിഗ്നേച്ചർ റിട്രീവൽ ഫെസിലിറ്റീസ്. അതിൽ വരുന്നത് കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻ്റർനെറ്റ് ടെക്നോളജീസ് യൂസ് ചെയ്തിട്ട് ഇ സിഗ്നേച്ചർ അല്ലെങ്കിൽ ഡിജിറ്റൽ സിഗ്നേച്ചറൊക്കെ നമുക്ക് ആ ഒരു സർവീസസൊക്കെ ബാങ്കുകാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കുകാർക്ക് എന്ത് ചെയ്യാം, ആ കസ്റ്റമറിൻ്റെ സിഗ്നേച്ചർ അതുപോലെ നമ്മൾ റിമോട്ട് ഏരിയയിലാണെങ്കിൽ നമ്മുടെ മണിയൊക്കെ ഒരുപാട് പൈസകളൊക്കെ നമുക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ സിഗ്നേച്ചർ വെച്ചിട്ട് നമുക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഈ സിഗ്നേച്ചർ റിട്രീവൽ ഫെസിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, സെൻട്രലൈസ്ഡ് ഇൻഫർമേഷൻ റിസൾട്ട് ടു ക്വിക്ക് സർവീസ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താണ് ഡീറ്റെയിൽസ്, ബാങ്കിങ് ഡീറ്റെയിൽസ്, അക്കൗണ്ട് നമ്പർ, നമ്മുടെ നെയിം, അഡ്രസ്സ്, കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളെ ബ്രാഞ്ചിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മുടെ ബ്രാഞ്ചിൽ കൊടുത്തിട്ടുള്ള വിവരങ്ങൾ കമ്പ്യൂട്ടർ വഴി അവരത് സ്റ്റോർ ചെയ്യുമല്ലോ. അപ്പോൾ നമ്മൾ ബാങ്കിൽ കൊടുത്തിട്ടുള്ള വിവരങ്ങൾ അതിൻ്റെ വേറെ എവിടെ ബ്രാഞ്ചിൽ പോയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഏത് ബ്രാഞ്ചിൽ പോയിട്ടുണ്ടെങ്കിലും നമുക്ക് ആ ഡീറ്റെയിൽസ് നമുക്ക് ജസ്റ്റ് ഒരു ക്ലിക്കിൻ്റെ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാണ് സെൻട്രലൈസ്ഡ് ഇൻഫർമേഷൻ റിസൾട്ട് ടു ക്വിക്ക് സർവീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഫിനാൻസാണ്. ഫിനാൻസിൽ നമ്മൾ മേലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. ഫിനാൻസിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ ട്രേഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡാറ്റയും ഫയൽസൊക്കെ അനലൈസ് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഡാറ്റ സ്റ്റോറേജും നമ്മൾ പറഞ്ഞതാണ്. അതുപോലെ കൺവീനിയൻസ്, നമുക്ക് ബാങ്കിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും കൺവീനിയൻസ് ആയിട്ട് കമ്പ്യൂട്ടർ യൂസ് ചെയ്താൽ നമുക്ക് കൺവീനിയൻസ് ആയിട്ട് വർക്ക് ചെയ്യാം. അതുപോലെ ബഡ്ജറ്റിംഗ് ആൻഡ് ബുക്ക് കീപ്പിംഗ്. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഓൺലൈനായിട്ടുള്ള കമ്പ്യൂട്ടർ എങ്ങനെ ഓൺലൈനായിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളിതുവരെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഓൺലൈൻ ആവണമെങ്കിൽ നമുക്കറിയാം എന്ത് വേണം, കമ്പ്യൂട്ടറിൻ്റെ ചെറിയൊരു നെറ്റ്വർക്ക് വേണം. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ മാത്രം യൂസ് ചെയ്തിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അതെന്താണ്, ഓൺലൈൻ ആവില്ലല്ലോ. കാരണം ഒരാൾ ഒന്നോ അതിലധികമോ രണ്ടോ അതിലധികമോ കമ്പ്യൂട്ടർ ഉണ്ടാകുമ്പോഴാണ് ഇത് എന്താ പറയുക, ഒരു നെറ്റ്വർക്കായിട്ട് മാറുക അല്ലേ. അപ്പോൾ അത് ഓൺലൈനായിട്ട് മാറാം. നമുക്ക് മറ്റുള്ളവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിലല്ലേ അത് ഓൺലൈൻ ആവുള്ളൂ. നമ്മൾ മാത്രമാണെങ്കിൽ അത് ചെറിയൊരു വർക്ക് സ്റ്റേഷൻ എന്നാണ് പറയുക. അപ്പോൾ എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ കുറിച്ചാണ് നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്താണ്, രണ്ടോ അതിലധികമോ കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ ഇൻ്റർ കണക്ട് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന ടെക്നോളജിനെ നമ്മൾ പറയുന്ന പേരാണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആൾസോ നോൺ ആസ് ഡാറ്റ നെറ്റ്വർക്ക്സ് ആർ ചെയിൻസ് ഓഫ് നോഡ്സ് ലിങ്ക്ഡ് ബൈ കമ്മ്യൂണിക്കേഷൻ ചാനൽസ് വഴി ലിങ്ക് ചെയ്തിട്ടുള്ള ചെയിൻസ് ഓഫ് നോഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയാം. നോഡ്സ് മീൻസ് നമ്മളൊരു നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിട്ടുള്ള ഓരോ ഡിവൈസിനും നമ്മൾ പറയുന്ന പേരാണെന്ത്, നോഡ് എന്ന് പറയുന്നത്. ദീസ് നോഡ്സ് ക്യാൻ റിസീവ്, ട്രാൻസ്മിറ്റ് ഓർ എക്സ്ചേഞ്ച് ഡാറ്റ ബിറ്റ്വീൻ എൻഡ് പോയിൻറ്റ്സ്. ഈ നോഡുകൾക്ക് തമ്മിൽ ഡാറ്റാസും ഇൻഫർമേഷൻസും പരസ്പരം സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും ട്രാൻസ്മിറ്റ് ചെയ്യാനും വേണ്ടി പറ്റും. ഡാറ്റ ട്രാൻസ്മിറ്റഡ് ക്യാൻ ബി ഇൻ ദി ഫോം ഓഫ് വോയിസ്, വീഡിയോ, ട്രാഫിക്. അതായത് നമുക്ക് വോയിസ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക ലെറ്റേഴ്സായിട്ടോ വീഡിയോ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എവിടെ നിന്ന് വേണമെങ്കിലും നമുക്കിത് ആക്സസ് ചെയ്യാനും വേണ്ടി പറ്റും. അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അപ്പോൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇത് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. മെയിനായിട്ട് വരുന്നത് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആൻഡ് ഹോം ഏരിയ നെറ്റ്വർക്ക്. ഇത്രയാണ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൽ വരുന്നത്. ഫസ്റ്റ് വൺ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്, പാൻ എന്നാണ് പറയുക കേട്ടോ. പാൻ മീൻസ് നമ്മളൊരു വീട്ടിലൊരു നെറ്റ്വർക്ക് ഫോം ചെയ്യാമെന്ന് വിചാരിക്കാം. നമ്മളെ കമ്പ്യൂട്ടറുകൾ വെച്ചിട്ട് വീട്ടിൽ ഒക്കെ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്കിനെയാണ് നമ്മളെന്ത് പറയുക, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയാം. പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്സ് ആർ ഇൻ്റർകണക്റ്റഡ് ടെക്നോളജി ഡിവൈസസ് ദാറ്റ് സെർവ് എ സിംഗിൾ ഇൻഡിവിജ്വൽ വിത്തിൻ വൺ ഫെസിലിറ്റി.
It is reachable within a distance of 10 meters and is appropriate for small offices or residences. ഓക്കെ, ചെറിയ ഓഫീസുകളിലും അതുപോലെ വീട്ടിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോം ചെയ്യുന്ന നെറ്റ്വർക്കിനെ നമ്മൾ പറയുന്ന പേരാണിത് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. Local area network are limited to a single building like an official establishment. It covers a defined area. It is useful for resource sharing including file servers, printers, data storage, etc. ലാൻ എന്താ വരുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ബിസിനസ് ഓർഗനൈസേഷൻ, ഇവർ വലിയൊരു ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ ഒരു കമ്പനീനെ ആലോചിക്കുക. ആ കമ്പനിയാണെങ്കിൽ ആ കമ്പനിയിൽ ഒരുപാട് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനോ കാര്യങ്ങളാണെങ്കിൽ ഒരുപാട് കമ്പ്യൂട്ടറുകളുണ്ടാകും. ആ കമ്പ്യൂട്ടറുകളൊക്കെ തമ്മിൽ എന്താണ് ഇൻ്റർ കണക്റ്റഡ് ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഫോം ചെയ്യുന്ന നെറ്റ്വർക്കിന് നമ്മൾ പറയുന്ന പേരാണിത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അവർക്ക് പരസ്പരം ഡാറ്റാസ് കൈമാറാനും ഷെയർ ചെയ്യാനും, അതുപോലെ ഇപ്പോൾ ഒരു പ്രിൻ്ററൊക്കെ ഉള്ളൂ എന്ന് വിചാരിക്കുക, ഒരു ചെറിയൊരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പ്രിൻ്റർ ഉള്ളെങ്കിൽ ഏത് കമ്പ്യൂട്ടറിന് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പ്രിൻ്റർ ഷെയർ ചെയ്യാം. അപ്പോൾ അതാണ് പരസ്പരം ഷെയർ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഈസിയാണ് ഈ നെറ്റ്വർക്ക് വഴി. അപ്പോൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോൾ സിംഗിൾ ബിൽഡിംഗ് ലൈക്ക് ആൻ ഒഫീഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്കിനെ നമ്മൾ പറയുന്ന പേരാണ് ലാൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ലാർജ് ഏരിയ, അതായത് നമ്മൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനെ അപേക്ഷിച്ച് ലാർജ് ഏരിയ കവർ ചെയ്യുന്ന നെറ്റ്വർക്കിനെ നമ്മൾ എന്ത് പറയും, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ കേബിൾ ടി വി ഒക്കെ ഉണ്ടാവുമല്ലോ, വീട്ടിലേക്ക് നമ്മൾ കേബിൾ ടി വി എടുക്കുമല്ലോ. അപ്പോൾ അത് എന്താണ്, ആ ഒരു എന്താ പറയുക, ആ ഒരു ഏരിയ മൊത്തം മീൻസ് ചെറിയൊരു കുഞ്ഞ് ഗ്രാമം മൊത്തം നമുക്ക് ആ ഒരു ഇത് കിട്ടും അല്ലേ. അങ്ങനത്തെ നമ്മൾ പറയുന്ന പേരാണെന്ത്, ഒരു സിറ്റി മൊത്തം നമുക്ക് എന്ത് കിട്ടും, ആ ഒരു നെറ്റ്വർക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനത്തെ നെറ്റ്വർക്കിന് നമ്മൾ പറയുന്ന പേരാണെന്ത്, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. വൈഡ് ഏരിയ നെറ്റ്വർക്കിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു രണ്ട് കൺട്രീസ് തമ്മിലോ അല്ലെങ്കിൽ കോണ്ടിനെൻറ്റ്സ് തമ്മിലോ കണക്ട് ചെയ്ത് കോണ്ടിനെൻറ്റ്സിലുള്ള കമ്പ്യൂട്ടേഴ്സ് തമ്മിലോ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണിത് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ലോകത്തുള്ള എല്ലാ കമ്പ്യൂട്ടറുകളും കണക്ട് ചെയ്തതിനാണ് നമ്മൾ ഇൻ്റർനെറ്റ് എന്ന് പറയുക. അപ്പോൾ അതൊരു അതിന് വലിയൊരു എക്സാമ്പിളായിട്ട് പറയുന്നത് ഇൻ്റർനെറ്റാണ്. വൈഡ് ഏരിയ നെറ്റ്വർക്ക് കവേഴ്സ് എ ലാർജർ ജിയോഗ്രഫിക്കൽ area as compared to the metropolitan area networks and can connect a country or even continents. Okay, then home area network. Home area network is a computer network limited to a defined boundary like a house or home office. It's a type of IP based LAN which can either be wired or wireless. അതായത് ഒരു വീടിൻ്റെ ഉള്ളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന നെറ്റ്വർക്ക് വയർഡ് ആവാം അല്ലെങ്കിൽ വയർലെസ് ആവാം. വയറുകൾ വെച്ചിട്ട് കമ്പ്യൂട്ടറുകൾ ഇൻ്റർ കണക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ വയർലെസ് ആയിട്ടോ നമ്മൾ ഡിവൈസസ് തമ്മിൽ കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ നെറ്റ്വർക്ക് എന്ന് പറയുക. ഇപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ നമ്മളെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുമല്ലോ, ബ്ലൂടൂത്ത് വെച്ചിട്ടും വൈഫൈ വെച്ചിട്ടൊക്കെ ഒരുപാട് ഡിവൈസസ് പ്രവർത്തിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ വൈഫൈ വെച്ചിട്ട് നമ്മളിപ്പോൾ ഫോണുകൾ ഒരു വീട്ടിലൊരു 5 ആളുണ്ടെന്ന് വിചാരിക്കാം, ആ 5 ആൾക്കും 5 ഫോൺ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ വൈഫൈ വെച്ചിട്ട് കണക്ട് ചെയ്യുമ്പം അത് കുഞ്ഞൊരു നെറ്റ്വർക്കാണ്. അങ്ങനത്തെ നെറ്റ്വർക്കിനെ നമ്മൾ പറയുന്ന പേരാണിത് ഹോം ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ അഡ്വാൻറ്റേജ് ആണ് പറയുന്നത്. ഓവർകമ്മിങ് ജിയോഗ്രഫിക്കൽ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താ, നമ്മളിപ്പോൾ നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ട് നമുക്കൊരു വീടിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു സിറ്റിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു കൺട്രീൻ്റെ ഉള്ളിലുള്ള അതല്ലെങ്കിൽ ഒരു കോണ്ടിനെൻ്റിൻ്റെ ഉള്ളിലുള്ള കമ്പ്യൂട്ടേഴ്സ് നമുക്ക് കമ്പ്യൂട്ടർ എവിടെ നിന്നോട്ടെ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്താണ് ജിയോഗ്രഫിക്കൽ ലിമിറ്റേഷൻസ് ഒക്കെ ഓവർകം ചെയ്യുന്നുണ്ട്. എവിടെ ഇരുന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ അലോവിങ് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു പ്രിൻ്ററോ
സ്കാനറോ ഒക്കെ ഒരു 10 കമ്പ്യൂട്ടറിന് നമുക്ക് ഒരു പ്രിൻ്റർ ഉള്ളെങ്കിൽ ആ 10 കമ്പ്യൂട്ടറിന് നമുക്ക് ആ ഒരു പ്രിൻ്റർ ഷെയർ ചെയ്യാം. 10 കമ്പ്യൂട്ടറിന് 10 പ്രിൻ്റർ വേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ റിസോഴ്സ് ഷെയറിംഗ് എന്നും കൂടെ പറയും കേട്ടോ. അപ്പോൾ അത് നമുക്ക് അത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജാണ്. പിന്നെ സപ്പോർട്ടിങ് ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോസസ്സിംഗ്. സപ്പോർട്ടിങ് ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോസസ്സിങ്ങിൽ വരുന്നത് ഇപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ ഇവിടെ നിന്നിട്ട് കൺട്രോൾ ചെയ്യുകയാണ്, നമ്മളെ കമ്പ്യൂട്ടർ ഇവിടെ നിന്നിട്ട് കൺട്രോൾ ചെയ്യുകയാണ്. അപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ പ്രോസസ്സിങ് നമ്മൾ ഇൻപുട്ട് എടുക്കുന്നതിനനുസരിച്ചാണ് പ്രോസസ്സ് ചെയ്യാമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. പക്ഷേ ഒരു സിംഗിൾ കമ്പ്യൂട്ടർ, അതായത് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നവർ, ഇപ്പോൾ ഇവിടെ കുറച്ച് എംപ്ലോയീസ് ഉണ്ട്, അതുപോലെ ദുബായിൽ കുറച്ച് എംപ്ലോയീസ് ഉണ്ട്, നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് എംപ്ലോയീസ് ഉണ്ട്, വേറെ എവിടെയെങ്കിലും രാജ്യത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും വേൾഡിൻ്റെ ഏതെങ്കിലും മൂലത്തിൽ പിന്നെ എന്താണ് കുറച്ച് അവരൊക്കെ കൂടിയിട്ട് കുറച്ച് എംപ്ലോയീസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഇപ്പോൾ 3 കൺട്രീസ് എടുക്കാം. നമ്മൾ ഇന്ത്യയിൽ കുറച്ച് ആൾക്കാരുണ്ട്, ദുബായിൽ കുറച്ച് ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അമേരിക്കയിൽ കുറച്ച് ആൾക്കാരുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു നെറ്റ്വർക്ക് വഴി നമുക്ക് എന്ത് ചെയ്യാം, ഒരേ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അമേരിക്കയിൽ നിന്നുള്ള ആൾക്ക് ഇവിടുത്തെ ഡാറ്റാബേസ് കൺട്രോൾ ചെയ്യാനും, അതുപോലെ ദുബായിലുള്ള ആൾ എന്തെങ്കിലും ഡിസൈനിങ്ങോ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുക ഈ ഒരു കമ്പ്യൂട്ടറിന് ഇവിടുത്തെ ഓർഗനൈസേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയ നമുക്കത്, അതായത് ഓരോരുത്തർ വർക്കുകളും എന്ത് ചെയ്യുക, ഓരോ വർക്കുകളും മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട് ഓരോ വർക്കുകളും എന്ത് ചെയ്യുക, ഓരോ ഭാഗത്തുനിന്ന് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റിമോട്ട് ഏരിയന്ന് ചെയ്തിട്ട് നമുക്ക് ഒരു സൊല്യൂഷൻ, അതൊരു ഫൈനൽ സൊല്യൂഷൻ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നെറ്റ്വർക്ക് ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ അവൈലബിൾ ആവുന്നത് അല്ലേ. അപ്പോൾ ഇത്രയൊക്കെയാണ് നെറ്റ്വർക്കിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു യൂണിറ്റ് ഇതോടുകൂടി കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. ഹലോ എവരിവൺ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബ്ലോക്ക് 1-ലെ സെക്കൻഡ് യൂണിറ്റ് ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ കമ്പ്യൂട്ടറിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. എവല്യൂഷൻ ഓഫ് കമ്പ്യൂട്ടർ പഠിച്ചു, കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ പഠിച്ചു, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് പഠിച്ചു, അതുപോലെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ നോക്കി അല്ലേ. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ നമ്മൾ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നു, കമ്പ്യൂട്ടറിൻ്റെ ആപ്ലിക്കേഷൻ ഏതൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ ഡെയിലി ലൈഫിൽ കമ്പ്യൂട്ടർ ഇല്ലാത്ത ഒരു മേഖല പോലും ഇല്ല. എല്ലാ മേഖലയിലും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഏതൊരു മേഖല ആയിക്കോട്ടെ, ഏതൊരു ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് സെയിം ഓപ്പറേഷൻസ് ആണ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത്. ബേസിക്കലി കമ്പ്യൂട്ടറിന് 3 ഓപ്പറേഷൻസ് ആണുള്ളത്. ഒന്ന് പ്രോസസ്, 2 സ്റ്റോർ, ട്രാൻസ്ഫർ. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഏതാണോ, അത് ബിസിനസ്സാണോ, ഹോസ്പിറ്റലാണോ, എവിടെയാണോ നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത്, ആ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് വേറെയാണെങ്കിലും ഡിഫറെൻ്റ് ആണെങ്കിലും നമ്മൾ അതിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് സെയിം ആണ്. 3 ഓപ്പറേഷൻസാണ് പ്രോസസ്സും സ്റ്റോറും ട്രാൻസ്ഫറും. ഫോർ എക്സാമ്പിൾ, നമുക്കറിയാം, നമ്മൾ കമ്പ്യൂട്ടറിനകത്തേക്ക് എന്തെങ്കിലും ഇൻപുട്ട് ചെയ്താൽ കമ്പ്യൂട്ടർ അതെന്ത് ചെയ്യും, അതിനനുസരിച്ച് ഇൻസ്ട്രക്ഷൻ ആക്കി എടുത്തിട്ട് അതിനനുസരിച്ചാണ് കമ്പ്യൂട്ടർ പ്രവർത്തിക്കുക. കമ്പ്യൂട്ടറിന് സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള കഴിവില്ല എന്നാണ് പറയുക. അപ്പം നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിന് അനുസരിച്ചാണ് കമ്പ്യൂട്ടർ പ്രവർത്തിക്കുക എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മളൊരു സ്പ്രെഡ്ഷീറ്റിൽ എന്തെങ്കിലും ഒരു വലിയൊരു കാൽക്കുലേഷൻ വർക്കുകൾ ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ സ്പ്രെഡ്ഷീറ്റ് ഓപ്പൺ ആക്കും, നമ്മൾ കീബോർഡിൽ നിന്ന് അല്ലെങ്കിൽ മൗസ് ഉപയോഗിച്ചോ കീബോർഡ് ഉപയോഗിച്ചോ ഒക്കെ കൊടുക്കുന്ന വാല്യൂസ് നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കും. ആ ഇൻപുട്ട് ചെയ്ത വാല്യൂസിനെ കാൽക്കുലേഷൻ ചെയ്യുന്നതിനാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യാമെന്ന് പറയുക. ആ ചെയ്യുന്ന വാല്യൂവിനെ അവരെന്ത് ചെയ്യും, വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. നമ്മൾ സേവ് ചെയ്യുമ്പോൾ അത് കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ സ്റ്റോർ ആവും അല്ലേ. അപ്പോൾ രണ്ടാമത്തെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് സ്റ്റോറാണ്. അപ്പോൾ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് അവിടെ നിന്ന് എടുത്തിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളത് മറ്റൊരാൾക്ക് ആ ഫയൽ മറ്റൊരാൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നതിനാണ് നമ്മളെന്ത് പറയുക, ട്രാൻസ്ഫർ എന്ന് പറയാം. അപ്പോൾ ഏതൊരു ആപ്ലിക്കേഷൻ ആണെങ്കിലും ഈ ബേസിക് ആയിട്ടുള്ള 3 ഓപ്പറേഷൻസ് വെച്ചിട്ടാണ് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുക എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് റോൾ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ ബിസിനസ് ഓർഗനൈസേഷൻ. ബിസിനസ് ഓർഗനൈസേഷനിൽ കമ്പ്യൂട്ടറിൻ്റെ റോൾ എന്താണെന്നുള്ളതാണ് പറയുന്നത്. ഒരുപാട് റോള് നമ്മളെ കമ്പ്യൂട്ടർ ബിസിനസ് ഓർഗനൈസേഷനിൽ വഹിക്കുന്നുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നമുക്കറിയാം ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞതാണ് കമ്പ്യൂട്ടറിന് നമ്മൾ സ്മാർട്ട് ഫോൺ വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. അപ്പോൾ നിങ്ങൾ മറ്റൊരാളായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? ബിസിനസ്സിൻ്റെ കാര്യത്തിലല്ലാതെ ഒന്ന് ഓർത്ത് നോക്കി. നമ്മൾ എന്ത് ചെയ്യും? വാട്സപ്പ് യൂസ് ചെയ്യും, ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്തിട്ടും അതുപോലെ ഇമെയിൽ യൂസ് ചെയ്തിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ബിസിനസ്സിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ബിസിനസ്സിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ചും കൂടെ സ്റ്റാൻഡേർഡായിട്ട് അവർ മെയിൽ പരസ്പരം സെൻഡ് ചെയ്തിട്ടും അതുപോലെ വീഡിയോ കോൺഫറൻസിങ് വഴിയും ഫോൺ കോൺഫറൻസിങ് വഴിയും സോഷ്യൽ നെറ്റ്വർക്കിംഗ് അതുപോലെ വെബ് കോൺഫറൻസിങ് ലൈവ് ചാറ്റ് ഒക്കെ വഴിയാണ് അവർ പരസ്പരം ബിസിനസ് ഓർഗനൈസേഷൻസ് എന്ത് ചെയ്യുന്നത്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു മാനേജർ എംപ്ലോയിക്ക് എന്തെങ്കിലും ഒരു കാര്യം സെൻഡ് ചെയ്യുകയാണെങ്കിൽ അവർ വാട്സപ്പ് വഴിയല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവരെന്താ ചെയ്യുക? മെയിൽ ചെയ്യുകയാണ് ചെയ്യുക. പരസ്പരം ഇമെയിൽ യൂസ് ചെയ്തിട്ട് അവർക്ക് അഡ്രസ്സ് ഉണ്ടാവും അല്ലേ? പേഴ്സണൽ അഡ്രസ്സ് ആവണമെന്നില്ല. ആ ഒരു ബിസിനസ് ഓർഗനൈസേഷന് ഒരു മെയിൽ അഡ്രസ്സ് ഉണ്ടാവും. അപ്പോൾ ആ മെയിൽ അഡ്രസ്സ് വെച്ചിട്ട് അവരെന്ത് ചെയ്യും? പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഓക്കെ. പിന്നെ ഇനിയിപ്പോൾ അഥവാ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ മറ്റൊരു അതായത് ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ വേറെ എവിടെയെങ്കിലും ഒരു ബ്രാഞ്ചിലേക്ക് എന്തെങ്കിലും ഒരു ഫയൽ സെൻഡ് ചെയ്യാനോ എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അവരെന്താ ചെയ്യുക? അവർ മെയിൽ ചെയ്യുക. അതുപോലെ ലൈവ് ചാറ്റ് ടൂൾസൊക്കെ യൂസ് ചെയ്തിട്ട് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ. ആ ടൂൾസൊക്കെ വെച്ചിട്ടാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പം കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് കമ്പ്യൂട്ടറിന് കമ്മ്യൂണിക്കേഷനിൽ എത്രത്തോളം സ്ഥാനം എന്നുള്ളത് ആ ഒരു ടൂൾസ് വെച്ചിട്ടാണ് അവർ കമ്മ്യൂണിക്കേഷൻ അവിടെ പോസിബിൾ ആക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗ് നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ നിങ്ങളൊക്കെ ഓൺലൈനായിട്ട് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നവരാവും അല്ലേ? അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നമുക്ക് വിൽക്കണമെങ്കിൽ നമ്മൾ പണ്ടത്തെ പോലെ കടകളിലൊന്നും കൊണ്ടു കൊടുക്കണ്ട. എന്ത് ചെയ്താൽ മതി? ജസ്റ്റ്